CPM വിട്ട് BJPയിൽ ചേർന്ന മധു മുല്ലശ്ശേരിക്കെതിരെ വ്യാപകമായിട്ടുള്ള ആരോപണങ്ങളാണ് CPMന്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹത്തിനെതിരെ CPMന്റെ ഭാഗത്തു നിന്ന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മംഗലാപുരം പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരിക്കുകയാണ്. നമുക്കൊപ്പം മധു മുല്ലശ്ശേരി ചേരുന്നു. അങ്ങേക്കെതിരെ നേരത്തെ തന്നെ ഏരിയ സെക്രട്ടറി ജലീൽ ഒരു പരാതി DYSPക്ക് നൽകിയിരുന്നു. ഇപ്പോൾ ഈ മംഗലാപുരം ഏരിയ കമ്മിറ്റിക്കകത്തുള്ള 10 ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരാണ് പരാതി നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മംഗലാപുരം പോലീസ് കേസെടുത്തിരിക്കുന്നു. എന്താണ് ഇതിനോട് പറയാനുള്ളത്? മംഗലാപുരം പോലീസ് കേസെടുത്തത് ഞാൻ ഇന്ന് ചാനലിൽ കൂടെയാണ് അറിയുന്നത്. ഞാൻ കേസെടുത്തിരിക്കുന്നു എന്നുള്ളത് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വിവരങ്ങളെല്ലാം ഞാൻ നേരത്തെ ഒരു ഘട്ടത്തിൽ ചാനലിൽ കൂടിയും അല്ലാതെ DSPയുടെ മുമ്പിലും വെച്ച് ഞാനിത് പറഞ്ഞതാണ്. അവർ പറയുന്ന ആരോപണം ഈ ആരോപണമല്ല അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. നേരത്തെ ലക്ഷങ്ങൾ ഞാൻ പിരിച്ചുകൊണ്ടുപോയി, കോടികൾ ഞാൻ പിരിച്ചുകൊണ്ടുപോയി എന്നാണ് അവർ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സമ്മേളനവുമായി ബന്ധപ്പെട്ട് 7 ലക്ഷം രൂപ ഞാൻ പിരിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞു. അത് DSPയുടെ മുമ്പിൽ എത്തിയപ്പോൾ അത് 1 ലക്ഷം രൂപയായി കുറഞ്ഞു. ഇപ്പോൾ വീണ്ടും 1.5 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം ഈ ജില്ലാ സെക്രട്ടറിയുടെ വേലകളാണ്. ജില്ലാ സെക്രട്ടറിക്ക് എനിക്ക് തോന്നുന്നത് ഞാൻ പാർട്ടിയിൽ നിന്ന് പോയതിനു ശേഷം വട്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. സകല ബോധവും പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇങ്ങനെ ഒരു പരാതി കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ 1 രൂപ കൊടുക്കാനില്ല. ഞാൻ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് 1 രൂപ പിരിച്ചിട്ടില്ല. ഞാനല്ല ചെയർമാൻ, ഞാനല്ല കൺവീനർ. പിന്നെ എങ്ങനെയാണ് പൈസ? പിന്നെ അവർ പറയുന്നത് പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരിൽ നിന്ന് ഞാൻ പൈസ പിരിച്ചു. അത് ഞാൻ സമ്മതിക്കുന്നു. ഏതാണ്ട് 2,97,000 രൂപ എൻ്റെ കയ്യിൽ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ ഏരിയ സെക്രട്ടറി എന്നുള്ള രീതിയിൽ എൻ്റെ തന്നിരുന്നു. ആ പൈസ മുഴുവനായിട്ട് ഞാൻ അവിടെ നൽകിയിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. ഇപ്പോൾ ഈ സെക്രട്ടറിമാർ 10 സെക്രട്ടറിമാരാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അങ്ങപ്പോൾ ആ കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ 3.25 ലക്ഷം രൂപ അങ്ങേക്ക് നൽകിയെന്നുള്ളതാണ് ഈ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായും പോത്തൻകോട് ഏരിയ സമ്മേളനം നടക്കുന്ന സമയത്ത് ഈ അവിടെ നടന്ന ഈ പന്തലും അതുപോലെ തന്നെ മൈക്കിനുമായിട്ടുള്ള അലങ്കാരങ്ങൾക്കും ഒക്കെ ചിലവാക്കിയ പൈസയാണ്. അതിൽ കരാറുകാർക്ക് കൃത്യമായിട്ട് പൈസ ലഭിക്കാതെ വന്നപ്പോഴാണ് പരാതി ഉയർന്നത്. ഇതിലിപ്പോൾ 3.25 ലക്ഷം രൂപ നൽകിയിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. 3.25 ലക്ഷം രൂപ എനിക്ക് കിട്ടിയിട്ടില്ല, എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ 2,97,000 രൂപ എനിക്ക് തന്നിട്ടുണ്ട്. അവിടെ നടന്ന ചിലവ് എന്ന് പറയുമ്പോൾ വലിയ ചിലവാണ്. അതിനെല്ലാം ഇപ്പോൾ BJPയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായ ഞാൻ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്താണ് സാഹചര്യമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 2,97,500 രൂപ എൻ്റെ കയ്യിൽ കിട്ടിയെന്ന് DYSPയുടെ മുമ്പ് ഞാൻ സമ്മതിച്ചിട്ട് ഇറങ്ങി വന്നതാണ്. ആ പൈസ തിരികെ കൊടുത്തിരുന്നു. ആ പൈസ ഞാൻ മുഴുവൻ ആളുകൾക്കും കൊടുത്തല്ലോ. ഞാനും കൂടെ ചേർന്നല്ലേ ഈ കുറച്ച് ആളുകളെ പന്തൽ സ്റ്റേജ് കിട്ടാനായിട്ട് ആളുകളെ വിളിച്ചിട്ടുള്ളത്. അവർക്ക് അഡ്വാൻസ് മോതിരം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ പറയേണ്ടത് കൊടുത്തിട്ടില്ല എന്ന്. ഞാനിപ്പോഴും പറയുന്നു, ഞാൻ റെസീറ്റ് കൊടുത്തു. എൻ്റെ കൈപ്പടയിൽ എഴുതി 1 രൂപ മംഗലാപുരം ഏരിയ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് മംഗലാപുരം ഏരിയയിലെ ഏതെങ്കിലും ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ ആ പൈസ കൊടുക്കാൻ തയ്യാറാണ്. അതന്ന് ഞാൻ DSP എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും അല്ല കാര്യം ഞാൻ BJPയിൽ നിന്ന് മാറി, അല്ല CPMൽ നിന്ന് മാറി BJPയിൽ വന്നതാണ്. അവരൊക്കെ ഒരാൾ CPMൽ നിന്ന് മാറിയാൽ അത് കൊള്ളരുതാത്തവൻ. വേറെ കോൺഗ്രസിൽ നിന്നോ മറ്റ് ഏതെങ്കിലും പാർട്ടിയിൽ നിന്നോ CPMൽ വന്നാൽ അവർ കൊള്ളാം. അതിനുദാഹരണമാണല്ലോ AP അനിൽകുമാർ. ഇന്ന് AP അനിൽകുമാർ ഏത് സ്ഥാനത്തിരിക്കുന്നു? കോൺഗ്രസ്സുകാരനായിരുന്നു. PS പ്രശാന്ത് ഇന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റ് കോൺഗ്രസിൽ നിന്നതാണ്. അപ്പോൾ അവരെല്ലാം കൊള്ളാം. ഒരാൾ CPMൽ നിന്ന് പോയാൽ അവനെ എങ്ങനെ ഇല്ലാതാക്കാം, അവനെ എങ്ങനെ കുഴയ്ക്കാം, അവൻ കൊള്ളരുതാത്തവൻ, അഴിമതിക്കാരൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ 1-ാം തീയതി വരെ, ഈ മാസം 1-ാം തീയതി വരെ 1-ാം തീയതി 1 മണി വരെയും മുല്ലശ്ശേരി മധു അഴിമതിക്കാരനല്ലല്ലോ, കൊള്ളരുതാത്തവരല്ലല്ലോ. നിങ്ങളെല്ലാം കണ്ടതാണ്, നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. ഈ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ജില്ലാ സെക്രട്ടറി ജോയി എന്തെല്ലാം കയറി നിന്നാണ് പറഞ്ഞത്. ഞാൻ പെട്ടിയും കൊണ്ട് ജോയിയുടെ വീട്ടിൽ ചെന്നു എന്നാണ് പറയുന്നത്. അതിലേക്ക് വരാം. ഇതിൽ ശരിക്കും ഈ ജില്ലാ സമ്മേളനത്തിലാണ് അത്തരത്തിൽ വലിയൊരു ആരോപണം അങ്ങേക്കെതിരെ ഉയർത്തിയത്. പ്രധാനമായിട്ടും ഈ പാരിതോഷികം നൽകിയും പണം നൽകിയും അങ്ങ് പദവികളിലെത്താൻ കൊതിച്ചിരുന്ന ആളാണ്. അത്തരത്തിൽ വി ജോയ് ജില്ലാ സെക്രട്ടറി ആയപ്പോഴും ഒരു പെട്ടി നിറയെ വസ്ത്രങ്ങളും വിദേശ സ്പ്രേയും 50,000 രൂപയും കൊണ്ട് ചെന്നു എന്നുള്ളതാണ്. ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഈ 50,000 രൂപയാണെന്ന് എന്നെ ഇറങ്ങിപ്പോടാ എന്നാണല്ലോ പറഞ്ഞതെന്ന് പറയുന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് 50,000 രൂപയാണെന്ന് ജോയി എങ്ങനെയാണ് മനസ്സിലാക്കിയത്? പെട്ടി നിറച്ച് സാധനമാണെന്ന് എങ്ങനെ മനസ്സിലാക്കിയത്? അതിലേക്ക് അതിൻ്റെ കാര്യം എനിക്കെന്താ? ഞാനതല്ലേ പറയണത്. ഞാൻ 8 കൊല്ലം പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അന്ന് ജോയി ഒന്നുമല്ലല്ലോ. അത് കഴിഞ്ഞ് 6 കൊല്ലം ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറി ആയി. ഈ ജോയി വന്നിട്ട് 1 കൊല്ലമേ ആയുള്ളൂ.
ഈ ജോയിയുടെ മുമ്പ് പെട്ടിയും കൊണ്ട് പോകേണ്ട എന്ത് സാഹചര്യമാണ് എനിക്കുള്ളത്? അപ്പം ഇല്ലാ കഥകൾ പറഞ്ഞ് പോയവരെ ഇല്ലാതാക്കുന്ന സമീപനമാണ് നടത്തിയിട്ടുള്ളത്. ഇനി ജോയി പെട്ടിയും കൊണ്ട് ചെല്ലുമോ എന്ന് വിചാരിച്ചോന്ന് എനിക്കറിയില്ല. ഞാൻ ഇനി പെട്ടിയും കൊണ്ട് ചെല്ലും, എനിക്കത് വേണം, ആ ജോയിയുടെ സ്വഭാവം അതാണെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. അതാണല്ലോ ജോയി കൂടെ പറയുന്നത്. വലിയ പൈസ സാമ്പത്തിക മുല്ലശ്ശേരി മധു ഉണ്ടാക്കി, എനിക്കതിൻ്റെ കാര്യമില്ല. ഞാൻ അന്തസ്സായിട്ട് ജീവിച്ചാണ് ഇന്ന് നിൽക്കുന്നത്, അന്തസ്സായിട്ടാണ് ജീവിക്കുന്നത്. ജോയിയെപ്പോലെ പൈസ ഉണ്ടാക്കിയതാണോ ഞാൻ? കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയതാണ് ഞാൻ. കുറച്ച് കാലമാണെങ്കിൽ ഞാൻ ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയാണ് ഇവിടെ വന്ന് മാസം എനിക്ക് പാർട്ടി ഏരിയ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഏതാണ്ട് 60,000 രൂപ 70,000 രൂപ ചിലവാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 1 രൂപ ഞാൻ പാർട്ടിയിൽ നിന്ന് അലവൻസ് എടുത്തല്ല ഞാൻ ഈ പാർട്ടി ഇത് നടത്തിയത്. അന്തസ്സായിട്ട് 6 കൊല്ലവും 8 കൊല്ലവും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നപ്പോഴും ഒന്നും നോക്കാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളാണ്. അതിനുശേഷമാണ് ഞാൻ ഒരു സഹിക്കാവുന്നതിലപ്പുറമായതിൻ്റെ പുറത്താണ് ഞാൻ ഈ തീരുമാനം എടുക്കേണ്ടി വന്നത്. ഒരു കാരണവശാലും ഒരു സുപ്രഭാതത്തിലെടുത്ത തീരുമാനമല്ല. പലരും പറയുന്നുണ്ട് പാവപ്പെട്ട പാർട്ടി സഹായക്കാർ അറിയില്ല, പാവപ്പെട്ട പാർട്ടി സഹായക്കാർ അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇപ്പം നിൽക്കുന്നത്. ഇപ്പോൾ ഫേസ്ബുക്ക് യുദ്ധമാണ്, ഫേസ്ബുക്കിൽ കൂടെയാണ് യുദ്ധം നടക്കുന്നത്, അല്ല നേരിട്ട് വരില്ല. ഞാനിതെല്ലാം കണ്ട് വളർന്നവനായതുകൊണ്ട് അങ്ങനെ നേരിട്ടൊന്നും വരില്ല. നിരവധി കേസുകളിൽ പ്രതിയായി ഞാൻ ഇവിടെ നിന്ന് പോയവനാണ് CPM ആയിരിക്കുമ്പോൾ. അതെല്ലാം ഞാൻ വന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത ആ കേസെല്ലാം ഞാൻ തീർക്കാനായിട്ട് തയ്യാറായി വന്നിട്ടുള്ളത്. ഈ നിലവിൽ അങ്ങ് CPM വിട്ട് BJPയിൽ ചേർന്നതിന് ശേഷം ഈ ജില്ലാ സെക്രട്ടറി V. ജോയിയുടെ നേതൃത്വത്തിൽ അങ്ങേ നിരന്തരം വേട്ടയാടുന്നുണ്ട് എന്നുള്ളത് തോന്നുന്നുണ്ടോ? അതിൻ്റെ ഒരു ഭാഗമാണോ ഈ ഇപ്പോഴത്തെ ഈ കേസും? അതിൻ്റെ ഭാഗമാണിത്. അല്ലാതെ ഈ കേസുമായിട്ട് എന്ത് സാഹചര്യമാണ്? ഞാൻ ഒരുപാട് പേരുടെ അറിയാമെന്നുള്ള വക്കീലന്മാരുടെ ചോദിച്ചു, അറിയാവുന്ന എൻ്റെ അടുത്ത് നേതാക്കളുടെ അടുത്ത് ചോദിച്ചു, ഞാൻ എൻ്റെ പാർട്ടി നേതൃത്വവുമായി ആലോചിച്ചു, ഇപ്പോഴത്തെ നേതൃത്വവുമായി ആലോചിച്ചു, BJP നേതാക്കളുമായിട്ട് അത് ആലോചിച്ചു. അപ്പോൾ എങ്ങനെ എന്നെ ഇല്ലാതാക്കാൻ? വേറെ ഒന്നും കിട്ടുന്നില്ല. വേറെ ഒന്നും കിട്ടാതായപ്പോൾ അവർ ചെയ്യുന്ന ഒരു രീതിയാണ് കുഴയ്ക്കുക. ഇപ്പോൾ ഒന്നും കിട്ടാത്തതുകൊണ്ട് കേസ് കൊടുത്ത് കുഴയ്ക്കുക എന്നാൽ അതിലൊന്നും തളരുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ ഒരു വളഞ്ഞ വഴി കൂടെയും പൈസ ഉണ്ടാക്കിയ ഒരാളല്ല ഞാൻ. അതുകൊണ്ടാണ് ഈ നേതൃത്വത്തിനെതിരെ എനിക്ക് ഇറങ്ങി വന്ന് ഈ തുറന്നു പറയാനായിട്ട് എനിക്ക് കഴിയുന്നത്. ഒരു കാരണവശാലും ഞാൻ വളഞ്ഞ വഴി കൂടെ പൈസ ഉണ്ടാക്കിയ ആളല്ല. അത് പരിശോധിക്കട്ടെ. അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലാ കഥകൾ സമ്മേളനത്തിൽ കയറി എന്ന് പറയുക, ചാനലിൽ കൂടെ പറയുക, വളഞ്ഞ വഴിയിൽ കൂടെ. പിന്നെ എങ്ങനെയായി ജോയി നേതാവായത്? ജോയി നേർവഴി കൂടെ നേതാവായാണ്. ജോയി ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ നിരവധി മുതിർന്ന നേതാക്കൾ തിരുവനന്തപുരം ജില്ലയിലുണ്ടല്ലോ. നിരവധി മുതിർന്ന നേതാക്കളെ എനിക്കറിയാമെന്നുള്ളതും അറിയാതെയുമായ നിരവധി മുതിർന്ന നേതാക്കൾ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലുണ്ട്. ജില്ലാ സെക്രട്ടറി ആകാൻ അർഹതയുള്ള നിരവധി ആളുകൾ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലുണ്ട്. സംസ്ഥാന കമ്മിറ്റിയിൽ വരാൻ അർഹതയുള്ള നിരവധി നേതാക്കൾ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലുണ്ട്, സംസ്ഥാനത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം ഏത് വഴിയാണ് വന്നത്? വല്ല കൊടുത്തിട്ടാണോ? പെട്ടി കൊടുത്തിട്ടാണോ വന്നത്? പെട്ടി കൊടുത്താണോ വന്നത്? ഞാൻ പെട്ടി കൊടുത്താണ് വന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ജോയി എന്നാ പാർട്ടി ജില്ലാ നേതൃത്വത്തിൽ വന്നത്, എന്നാ സംസ്ഥാന നേതൃത്വത്തിൽ വന്നത്? ഇതെല്ലാം പെട്ടി കൊടുത്താണോ വന്നത്? ജോയിയേക്കാൾ മുതിർന്ന ഒരുപാട് നേതാക്കൾ ഇതിനകത്തുണ്ട്. നിരവധി ജില്ലാ സെക്രട്ടറിമാർ ഇവിടെ ഉണ്ടായിരുന്നു. അവരോടൊപ്പമല്ല ഞാൻ വർക്ക് ചെയ്ത് അവരൊക്കെ. അപ്പം ജോയി പറയുന്നത് അവർക്കെല്ലാം പെട്ടി കൊടുത്ത് ഞാൻ നേതാവായി വന്നെന്നല്ലേ പറയുന്നു. അങ്ങനെയാണോ? അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് മധു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം. പിന്നെ കൊണ്ടുവന്നപ്പോൾ ഇറക്കി വിട്ടു എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഇല്ലല്ലോ. ജോയി പറയുന്നതെല്ലാം കറക്റ്റാണോ? അല്ലല്ലോ. ജോയി ആദ്യമേ പറഞ്ഞല്ലോ ഞാൻ സാമ്പത്തികം തിരിമറി നടത്തിയവനാണ്. എങ്ങനെയാണ് പിന്നെ 27 ലക്ഷം രൂപ സാമ്പത്തികം തിരിമറി നടത്തിയെങ്കിൽ പാർട്ടി ആഫീസിൽ 27 ലക്ഷം രൂപ ബാലൻസ് കാണിച്ചല്ലേ ഞാൻ ഇറങ്ങിപ്പോകുന്നത്. ഈ 129 ബ്രാഞ്ചാണല്ലോ ഉള്ളത് നിലവിലല്ലേ? 125 ബ്രാഞ്ച് 125 ബ്രാഞ്ചുകളിൽ നിന്നായി 2,500 രൂപ ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് പിരിച്ചിരുന്നു. ഈ തുകയാണ് ഇപ്പോൾ താങ്കളുടെ കൈവശം ഏൽപ്പിച്ചതെന്നുള്ളതാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ പറയുന്നത്. അതിനോട് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഒരു തുക വന്നിട്ടുണ്ടോ താങ്കളുടെ കയ്യിൽ? അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 125 ബ്രാഞ്ചിൽ നിന്ന് 125 ബ്രാഞ്ചിൽ നിന്നും വന്നിട്ടില്ല. ഏകദേശം ഭൂരിപക്ഷം ബ്രാഞ്ചുകളിൽ നിന്നും വന്നിട്ടുണ്ട്. 2,500 രൂപ വെച്ച് വന്നിട്ടുണ്ട്. അത് എൻ്റെ കയ്യിൽ കിട്ടിയതായിട്ട് ഞാൻ സമ്മതിക്കുന്നു. ആ പൈസ ഞാൻ തിരിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇനി ആ പൈസ പിന്നെ എങ്ങനെയാണ് ഞാൻ ഇനി കൊടുക്കേണ്ടത്? അത് DSPയുടെ മുമ്പിൽ ഞാൻ പറഞ്ഞിട്ടല്ലേ വരുന്നത്. അറിയാൻ കഴിയുന്നത് ഏറെ ഈ കേസ് 10 ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും ഇത്തരത്തിലുള്ള കേസ് കൊടുത്തിട്ടും പോലീസ് കേസ് എടുത്തിരുന്നില്ല. ഏറെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് ഇന്നിപ്പോൾ മംഗലാപുരം പോലീസ് കേസ് എടുത്തു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്.
അല്ല, പോലീസ് എന്നെ ചെയ്യാമെന്നുള്ള കാര്യമല്ലേ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. പോലീസ് പാവങ്ങളല്ലേ. അവരെ ഇന്നലെ പാർട്ടി പിന്നീട് മനസ്സിലാക്കിയത്, ഞാൻ പാർട്ടി നേതാക്കൾ അവിടെ ചെന്ന് ഇരുന്ന് നിർബന്ധിച്ച് മുകളിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തി കേസെടുപ്പിച്ചു എന്നാണ് ഞാൻ അറിയാൻ കഴിയുന്നത്. നേതാക്കൾ അവിടെ ചെന്നിരുന്നു, കേസെടുക്കാനുള്ള റൈറ്റ് ഇല്ല. ഈ 2500 രൂപ വെച്ച് കിട്ടിയെന്ന് ഞാൻ സമ്മതിക്കുന്നു 125 ബ്രാഞ്ചുകളിൽ നിന്ന്. ഇല്ലാത്ത കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ആ പൈസ ഞാൻ അവിടെ പലർക്കും കൊടുത്തിട്ടുണ്ട്. മൈക്കിന് കൊടുത്തിട്ടുണ്ട്, സ്റ്റേജിന് കൊടുത്തിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും എന്നുള്ളൊരു ചിന്ത എനിക്കില്ലല്ലോ. നേരത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള ജലീൽ പറയുന്നത് ഈ കരാർക്കാർ പരാതിയുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു, ഈ കരാറുകാർക്ക് പൈസ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അല്ല, അവർക്ക് പൈസ ഇപ്പോൾ ഒരാൾക്ക് 80,000 രൂപ കൊടുത്തു. അവരുടെ റേറ്റ് എന്ന് പറയുമ്പോൾ 1,50,000 ആയിരിക്കാം. അപ്പോൾ ഞാൻ കൊടുത്ത 80,000 അല്ലല്ലോ, അവർക്ക് 1,50,000 രൂപ കിട്ടണ്ടേ? അതിനിപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റൂ, BJP കാരനായ എനിക്ക് കൊടുക്കാൻ പറ്റൂ? ആ പൈസ ബാക്കി 80,000 പോയിട്ട് 70,000 രൂപ ഈ കമ്മിറ്റിയാണ് കൊടുക്കേണ്ടത്. ഈ പൊതുവിൽ ഇപ്പോൾ തിരുവനന്തപുരം CPMൻ്റെ ജില്ലാ സമ്മേളനം കഴിഞ്ഞപ്പോൾ ഒട്ടനവധി വിമർശനം CPMൻ്റെ നേതൃത്വത്തിനെതിരെ ഉയർന്നിരുന്നു. അതിൽ പ്രധാനം ആറ്റിങ്ങലിലെ BJPയുടെ വളർച്ചയാണ്. അങ്ങ് ഇപ്പോൾ BJPയിലേക്ക് മാറിയതും CPM തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് വലിയൊരു വിമർശനം പാർട്ടിക്കകത്തുണ്ടായിട്ടുണ്ട്. അങ്ങ് BJPയിലേക്ക് പോയതിനെ CPM നേതൃത്വം ഇപ്പോൾ ഭയക്കുന്നുണ്ടോ? 100% ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവർക്ക് ഇപ്പോൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വട്ടായി നിൽക്കുന്നത്, ജില്ലാ സെക്രട്ടറിക്ക് വട്ടായി നിൽക്കുന്നത്. വലിയ വളർച്ചയാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ടായിട്ടുള്ളത്, ചിറയൻകീഴ് പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ടായിട്ടുള്ളത്, ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ടായിട്ടുള്ളത്. ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വലിയ വളർച്ചയാണ് BJPക്ക് ഉണ്ടാക്കി. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ BJPയോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചത്. BJPയുടെ ആശയങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞത്. ഒരു മാസക്കാലമായി ഞാൻ ഇന്ന് BJPയുടെ നേതൃത്വപരമായി BJPയുടെ സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ എന്നെ എടുത്തിട്ടുണ്ട്. ആ കമ്മിറ്റിയുമായി പൊരുത്തപ്പെട്ട് തന്നെയാണ്, നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പ്രദേശത്ത് വലിയ മാറ്റമുണ്ടാവും. താങ്കൾ പാർട്ടി വിട്ടുപോകുമ്പോഴും BJPയിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അതിനെ ഇപ്പോൾ അവർ ഭയക്കുന്നുണ്ട് എന്നുള്ളത് കൂടി താങ്കളിപ്പോൾ പറഞ്ഞു വെക്കുകയാണ്. ഇതിൽ പ്രധാനം, താങ്കൾ BJPയിൽ എത്തിയപ്പോഴും താങ്കളെ മറ്റൊരു തരത്തിലും ആക്രമിക്കാതെ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ഒരു അഴിമതിക്കാരനായിട്ട് ചിത്രീകരിക്കാനായിട്ട് CPM ശ്രമിക്കുകയല്ലേ? അല്ല, അവർക്ക് വേറെ എന്ത് കഴിയാനായിട്ട് കഴിയും? കായികപരമായി നേരിടാനായിട്ട് ഞാൻ CPMൻ്റെ എല്ലാ കായികപരമായ കാര്യങ്ങളും, ഞാൻ ഇന്നും ഇന്നലെയും CPMൽ വന്നതല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, 42 വർഷം കഴിഞ്ഞ് ഞാൻ CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി തലം മുതൽ വന്ന ആളാണ്. 1982 ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി ആയി. അതിനുശേഷം ഞാൻ കുറച്ചു കാലം ഗൾഫിൽ പോയില്ല എന്ന് സമ്മതിക്കുന്നില്ല. കുറച്ചു കാലം ഗൾഫിൽ പോയി. അവിടെ നിൽക്കുമ്പോഴും ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിനുശേഷം പാർട്ടി ലോക്കൽ കമ്മിറ്റിയിൽ വന്നു, പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ വന്നു. അല്ലാതെ ജോയി പറയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടി കൊടുത്ത് നേതാവായ ആളല്ല ഞാൻ. ചിലപ്പോൾ ജോയി ആയിരിക്കും പെട്ടി കൊടുത്ത് നേതാവായി വന്നിട്ടുള്ളത്. ഞാൻ അങ്ങനെയല്ല. ഞാൻ നിരവധി കേസുകളിൽ പ്രതിയായി, നിരവധി സമരങ്ങളിൽ പങ്കെടുത്ത് പോലീസിൻ്റെ നടികൊണ്ട് നേതാവായ ആളാണ്. ഇതൊന്നും ജോയിക്കറിയില്ല. ജോയി ഒരു സുപ്രഭാതത്തിൽ നേതാവായ ആളാണ്. അതുകൊണ്ട് ജോയിക്ക് അതൊക്കെ പറയാനായിട്ട് കഴിയും. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഈ കേസ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് BJPയുടെ സംസ്ഥാന നേതൃത്വമായി ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അവർ ഭാവി പരിപാടികളെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് ഇപ്പോൾ BJPയുടെ ഭാഗം കൂടിയാണ് അങ്ങ്. അപ്പോൾ ഇപ്പോൾ മംഗലാപുരം പോലീസ് എടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പാണ്. പ്രധാനമായും തട്ടിപ്പും വിശ്വാസവഞ്ചനയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കേസിനെ ഇപ്പോൾ BJPയുടെ നേതൃത്വം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് നേരിടാം എന്നുള്ളത് തന്നെയാണോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BJP നേതാക്കളുമായിട്ട് ഞാൻ BJPയുടെ ജില്ലാ പ്രസിഡൻറ്റുമായിട്ട് ഒന്ന് ഞാൻ സംസാരിച്ചിരുന്നു. മറ്റ് നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അവർ രാഷ്ട്രീയപരമായി അതിനെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് നാളെ രാവിലെ 10 മണിക്ക് BJP നേതൃത്വം BJPയുടെ ജില്ലാ ഓഫീസിൽ വെച്ച് പത്രസമ്മേളനം നടത്തുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അവർ അവിടെ വെച്ച് പറയും. തുടക്കം മുതൽ തന്നെ നേരത്തെ വന്ന ഒരു ആരോപണം കൂടിയുണ്ട് ജലീൽ ആരോപിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ ഈ അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയുടെ അധ്യക്ഷനായിട്ടുള്ള K. സുരേന്ദ്രൻ എപ്പോഴെങ്കിലും വിളിച്ചിരുന്നു? ഈ കാര്യം എപ്പോഴെങ്കിലും നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, അതൊക്കെ അവരൊക്കെ അറിയാമല്ലോ ഇത് രാഷ്ട്രീയമാണെന്നുള്ളത്. അങ്ങനെ ആളല്ലല്ലോ. അവരും ഒരു പരിശോധനയൊക്കെ നടത്തിയായിരിക്കുമല്ലോ നമ്മൾ ഈ നേതൃത്വപരമായി കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ ഇന്ന് സുരേന്ദ്രൻ ഇവിടെ ഇല്ല. സുരേന്ദ്രൻ ഇന്നിപ്പോൾ ഡൽഹിയിലാണ്. അധികം നാളെ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ ആലോചിക്കാമെന്നാണ് അന്ന് BJPയുടെ ജില്ലാ പ്രസിഡൻറ്റ് ഇന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരിട്ട് ഇന്ന് ജില്ലാ പ്രസിഡന്റിനെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ BJPയുടെ നേതൃത്വവുമായി കൂടിയാലോചിച്ചുകൊണ്ട് തന്നെ ഈ കേസിനെ നിയമപരമായി നേരിടാം എന്നുള്ളത് തന്നെയാണ് മധു മുല്ലശ്ശേരി ഇപ്പോൾ റിപ്പോർട്ടിനോട് പങ്കുവച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.